സുജയ, കർക്കിടകം പിറന്നിരിക്കുകയാണ്. കർക്കിടകം പഞ്ഞമാസമാണെങ്കിലും ഒരു സുഖചികിത്സയുടെ ഒരു കാലം കൂടിയാണെന്ന് തോന്നുന്നത്. സമശീതോഷ്ണ കാലാവസ്ഥയായതുകൊണ്ട് തന്നെയാണ് കർക്കിടകം ഇത്തരത്തിലുള്ള ചികിത്സയ്ക്ക് പറ്റിയ ഒരു മാസമായിട്ട് കണക്കാക്കുന്നത്. കർക്കിടക മാസത്തെ ആരോഗ്യ പരിപാലനത്തെക്കുറിച്ച് വാർത്താപ്രഭാതത്തിന്റെ പ്രേക്ഷകരോട് സംസാരിക്കാനായി അഷ്ടവൈദ്യൻ പുലാമന്തോൾ ശങ്കരൻ മൂസാണ് എത്തുന്നത്. നമുക്ക് കാണാം. കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോൾ പൊതുവെ പറയപ്പെടുന്നത് രാമായണ മാസമായിട്ടാണ്. ആയുർവേദ മേഖലയെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസത്തിൻ്റെ പ്രാധാന്യം ഒരു സമശീതോഷ്ണ അന്തരീക്ഷത്തിൽ ശരീരത്തിലെ ദോഷങ്ങളെ കളയാൻ എളുപ്പമുള്ളൊരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം. അതുകൊണ്ടാണ് ഈ കർക്കിടക ചികിത്സയ്ക്ക് ഒരു പ്രാധാന്യം വരാൻ കാരണമെന്ന് വിചാരിക്കുന്നു. പണ്ട് ഈ കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ കർക്കിടകം സ്വതവേ ഒരു പഞ്ഞമാസമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഈ കാലഘട്ടത്തിൽ പണിയൊന്നുമില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം കൃഷിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം. ആ സമയത്ത് സ്വസ്ഥവൃത്തനായിട്ട്, അതായത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ആ ശാന്തമായ അന്തരീക്ഷത്തിൽ ശരീരത്തിൻ്റെ ശുദ്ധീകരണം നടത്തുക എന്നുള്ളൊരു ധാരണയിലാണ് കർക്കിടക ചികിത്സയ്ക്ക് പ്രാധാന്യം കിട്ടിയത്. ആധുനിക കാലത്തിലെ പ്രസക്തിയേക്കാൾ കൂടുതൽ പരസ്യമാണ്. പ്രസക്തി എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ ആ ചെയ്യുന്ന വ്യക്തിയുടെ ശരീരശുദ്ധി, ബാക്കി കാര്യങ്ങളാണ് അതിൻ്റെ പ്രസക്തി നിൽക്കുന്നത്. ഇന്നതൊരു എന്താ പറയുക, ഒരു വ്യവസായമായിട്ട് മാറിയിരിക്കുന്നു എന്നൊരു സംശയം ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം എല്ലാവരും പാല് കണ്ടാലും കർക്കിടക മാസത്തിലെ ചികിത്സയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമായാണ് മാറിയിരിക്കുന്നത്. ഭക്ഷണ രീതിയിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ കർക്കിടക മാസത്തിൽ. നമ്മുടെ ദിനചര്യയിലും ഒരുവിധം ഹിന്ദു കുടുംബങ്ങളിലെ ദിനചര്യകളിലും വ്യത്യാസം വരുന്നുണ്ട്. കാരണം രാവിലെ നേരത്തെ കുളിച്ചിട്ടേ ഭക്ഷണം വയ്ക്കൂ. പിന്നെ ഈ ദശപുഷ്പങ്ങൾ ചൂടുക, അതുപോലെ ഈ താളുന്നുണ്ട് താളിച്ചുകൊണ്ട് അതൊരു ഭക്ഷണ രീതിയാക്കി മുളക് മാതിരി വെച്ച് ഭക്ഷണ രീതിയാക്കി ഡയജഷന് പ്രശ്നമില്ലാത്ത വിധത്തിൽ ലഘുവായിട്ടുള്ള ഭക്ഷണ ക്രമീകരണത്തിലൂടെ ശരീരത്തിനെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ ഞങ്ങൾ സാധാരണ ഈ കർക്കിടക കഞ്ഞി പറഞ്ഞിട്ട് അതൊരു ജീവിതമാർഗ്ഗമായിട്ടും കാണുന്നത് നല്ലതാണ്. ഒരു മാസം കഞ്ഞിക്കൂട്ടുണ്ട്. അത് ഓരോരുത്തരും അവരുടെ രുചിയാനുസാരേണ ഉണ്ടാക്കുന്ന കഞ്ഞിക്കൂട്ടുകളാണ്. ഈ കഞ്ഞിക്കൂട്ട് ഒരു നേരത്തെ ഭക്ഷണമാക്കി മാറ്റിയിട്ട് ജീവിതചര്യ ഒരു മാസം കൊണ്ടു നടക്കുന്നത് വളരെ നല്ലതാണ്. രാത്രി ഭക്ഷണം ഒഴിവാക്കുക. ഉച്ചയ്ക്ക് കഴിക്കുന്നതിന് ഔഷധക്കൂട്ട് കഞ്ഞി കഴിക്കുക. രാവിലെ പ്രാതൽ എന്തെങ്കിലും കഴിക്കുക. രാത്രി ഭക്ഷണം ഇല്ലാണ്ട് തീരെ ഇല്ലാതെ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും രുചി. വേണമെങ്കിൽ ആ സമയത്ത് രസായനം മാതിരി എന്തെങ്കിലും ലേഹ്യങ്ങളോ എന്തെങ്കിലും കഴിക്കാം. അതും നല്ലതാണ് ആരോഗ്യത്തിന്. അല്ലാതെ ഭക്ഷണം കഴിക്കാതിരിക്കണം. രാത്രിയിലത്തെ ഭക്ഷണം ഒഴിവാക്കുക.